ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 2026 മാർച്ചിലെ നിയമനങ്ങളാണ്. മാർച്ചിൽ ഒരുപാട് നിയമനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് PSC ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ, കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി നിയമിതനായത് VP സാനു. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി നിയമിതനായത് VP സാനു. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ K. സോമപ്രസാദ്. K. സോമപ്രസാദാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ KG സനൽകുമാർ. KG സനൽകുമാറാണ് കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് സൗമൻ സെൻ. സൗമൻ സെന്നാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി ചുമതലയേറ്റത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി ചുമതലയേറ്റത് AV ഗോപിനാഥ്. AV ഗോപിനാഥാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി ചുമതലയേറ്റത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് K. ജയകുമാർ. K. ജയകുമാറാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത്. സംസ്ഥാനത്തെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാനത്തെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ VP ജോയ്. VP ജോയ് ആണ് സംസ്ഥാനത്തെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ. 8ാമത് കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ചെയർപേഴ്സണായി നിയമിതയായത്. 8ാമത് കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ചെയർപേഴ്സണായി നിയമിതയായത് രഞ്ജന പ്രകാശ് ദേശായി. രഞ്ജന പ്രകാശ് ദേശായിയാണ് 8ാമത് കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ചെയർപേഴ്സണായി നിയമിതയായത്. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷൻ. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷൻ CN രാമചന്ദ്രൻ നായർ. CN രാമചന്ദ്രൻ നായരാണ് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷൻ. ലോകസഭ അവകാശലംഘന സമിതി അധ്യക്ഷൻ. ലോകസഭ അവകാശലംഘന സമിതി അധ്യക്ഷൻ രവിശങ്കർ പ്രസാദ്. രവിശങ്കർ പ്രസാദാണ് ലോകസഭ അവകാശലംഘന സമിതി അധ്യക്ഷൻ. മണിപ്പൂർ മുഖ്യമന്ത്രി. മണിപ്പൂർ മുഖ്യമന്ത്രി യുംനാം ഗേംചന്ദ് സിംഗ്. യുംനാം ഗേംചന്ദ് സിംഗ് ആണ് മണിപ്പൂർ മുഖ്യമന്ത്രി. ബീഹാർ മുഖ്യമന്ത്രി. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. നിതീഷ് കുമാറാണ് ബീഹാർ മുഖ്യമന്ത്രി. ബീഹാർ ഗവർണർ. ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അറ്റ ഹസ്നൈൻ. ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അറ്റ ഹസ്നൈൻ ആണ് ബീഹാർ ഗവർണർ. ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ. ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന. വിനയ് കുമാർ സക്സേനയാണ് ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത്ത് സിംഗ് സന്ധു. തരൺജിത്ത് സിംഗ് സന്ധു ആണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ. മഹാരാഷ്ട്ര ഗവർണർ. മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ. ജിഷ്ണുദേവ് വർമ്മയാണ് മഹാരാഷ്ട്ര ഗവർണർ. നാഗാലാൻഡ് ഗവർണർ. നാഗാലാൻഡ് ഗവർണർ നന്ദ് കിഷോർ യാദവ്. നന്ദ് കിഷോർ യാദവാണ് നാഗാലാൻഡ് ഗവർണർ. പശ്ചിമ ബംഗാൾ ഗവർണർ. പശ്ചിമ ബംഗാൾ ഗവർണർ RN രവി. RN രവിയാണ് പശ്ചിമ ബംഗാൾ ഗവർണർ. ഹിമാചൽ പ്രദേശ് ഗവർണർ. ഹിമാചൽ പ്രദേശ് ഗവർണർ കവിന്ദർ ഗുപ്ത. കവിന്ദർ ഗുപ്തയാണ് ഹിമാചൽ പ്രദേശ് ഗവർണർ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് രാജ്കുമാർ ഗോയൽ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് രാജ്കുമാർ ഗോയൽ.
കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി PR രമേശ്. PR രമേശാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി. നീതി ആയോഗിന്റെ നിലവിലെ CEO. നീതി ആയോഗിന്റെ നിലവിലെ CEO നിധി ചിബ്ബർ. നിധി ചിബ്ബറാണ് നീതി ആയോഗിന്റെ നിലവിലെ CEO. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തത് മുജ്തബ ഖമേനി. മുജ്തബ ഖമേനിയെയാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തത്. ജപ്പാന്റെ നിലവിലെ പ്രധാനമന്ത്രി. ജപ്പാന്റെ നിലവിലെ പ്രധാനമന്ത്രി സനെ തകായിച്ചി. സനെ തകായിച്ചിയാണ് ജപ്പാന്റെ നിലവിലെ പ്രധാനമന്ത്രി. 2026 ഫെബ്രുവരിയിൽ പോർച്ചുഗൽ പ്രസിഡന്റായി അധികാരമേറ്റത്. 2026 ഫെബ്രുവരിയിൽ പോർച്ചുഗൽ പ്രസിഡന്റായി അധികാരമേറ്റത് ആന്റോണിയോ സെഗുരോ. ആന്റോണിയോ സെഗുരോ ആണ് 2026 ഫെബ്രുവരിയിൽ പോർച്ചുഗൽ പ്രസിഡന്റായി അധികാരമേറ്റത്. ബംഗ്ലാദേശിന്റെ നിലവിലെ പ്രധാനമന്ത്രി. ബംഗ്ലാദേശിന്റെ നിലവിലെ പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ. താരിഖ് റഹ്മാനാണ് ബംഗ്ലാദേശിന്റെ നിലവിലെ പ്രധാനമന്ത്രി. ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനി. സൊഹ്റാൻ മംദാനിയാണ് ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. നമ്മൾ ഇന്ന് പഠിച്ചത് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ പദവികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം. ഒരു എക്സാമിന് തലേ ദിവസം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. എപ്പോഴും മാറാവുന്ന ഒരു ടോപ്പിക്കാണ് പദവികൾ. അതുകൊണ്ട് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ much, my dear friends.